ഹലോ ആസ്പിരൻസ്. അപ്പോൾ മക്കളെ, നമ്മളിന്ന് തുടങ്ങുകടാ. എന്താ തുടങ്ങുന്നേ? ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഒരു പേടി ഞാൻ മാറ്റിത്തരാൻ നിങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഏതിൻ്റെ പേടിയാ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ പേടി. അപ്പം ഇന്ന് മുതൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ എങ്ങനെയാണ് നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാമിന് ഏത് ഷിഫ്റ്റോ ആയിക്കോട്ടെ, ഏത് ദിവസം എക്സാമോ ആയിക്കോട്ടെ, അന്ന് നിങ്ങൾ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ മാത്സിൻ്റെ 25 ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ പേടിയില്ലാതെ അപ്രോച്ച് ചെയ്യണം, 22 മുതൽ 25 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടിത്തരാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ എന്നെ ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന മെത്തേഡ്സ് നോട്ട് ചെയ്യുക, പഠിക്കുക, ഫോളോ ചെയ്ത് എന്നും ഡെയിലി സാറിൻ്റെ ക്ലാസ്സിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് വന്നിരിക്കുക, ക്ലാസ് എഴുതുക, ബുക്ക് മടക്കി വെക്കുക, അടുത്ത ദിവസം അടുത്ത ക്ലാസ് എഴുതുക, ബുക്ക് മടക്കി വെക്കുക. ഈ ഒരു രീതിയിൽ പോകാൻ ആലോചിക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ പറയുന്നത്. ഡെയിലി ക്ലാസ് കേൾക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, എഴുതുക. ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയി ഓരോ മെത്തേഡ്സ്, ഓരോ കോൺസെപ്റ്റ്, നമ്മൾ പറയുന്ന ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഓരോ ക്വസ്റ്റ്യനുമുള്ള ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം എന്ത് ചെയ്യുക? എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എടുത്ത് എല്ലാം ഒന്ന് നോക്കുക. ഹോംവർക്ക് തരും. ക്ലിയർ ആണല്ലോ? നമ്മൾ ഓൾറെഡി ഒരു മോഡൽ ചെയ്യും, അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി തരും. ചെയ്തു നോക്കുക. ചെയ്ത് കിട്ടിയില്ല, ഒരു പ്രശ്നവുമില്ല. അടുത്ത ദിവസം ക്ലാസ് വരുമ്പോൾ ചോദിക്കുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, സാർ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി കിട്ടിയില്ല, ചെയ്ത് നോക്കിയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ചെയ്ത് നോക്കി കിട്ടിയില്ല, ഒരു പ്രശ്നവുമില്ല. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ തരില്ല. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും ക്ലാസ്സിൽ. അതേപോലെ തന്നെ ആ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ കുറച്ച് നേരം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എപ്പോൾ അടുത്ത ക്ലാസ് എപ്പോൾ വരുന്നോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കും. അതിന് 1-2 മണിക്കൂർ മുമ്പ് ഒന്നും കൂടെ വായിച്ചു നോക്കുക, പ്രോബ്ലംസ് ചെയ്യുക, ഡൗട്ട്സ് ഉള്ളത് നോട്ട് ചെയ്ത് വെക്കുക ചോദിക്കാൻ വേണ്ടി. ഈ രീതിയിൽ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. അങ്ങനെ നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ചു വരികയാണെങ്കിൽ, നമ്മൾ ഒരുമിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ, ഗ്രൂപ്പ് ഡിയിൽ മാത്സിൻ്റെ സെഷന്, ബാക്കിയുള്ള സെഷൻ എനിക്കറിയില്ല, അത് നിങ്ങൾ പഠിച്ചോളുക. മാത്സിൻ്റെ സെഷന് 22 മുതൽ 25 ക്വസ്റ്റ്യൻ വരെ ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എല്ലാവരും പറയുന്ന പോലെ 25 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഞാൻ മേടിച്ചിലൂടെ എന്നൊന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ കയ്യില്ല, നിങ്ങളുടെ വർക്കിനനുസരിച്ചാണ്, നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചാണ്. പക്ഷേ 22 ക്വസ്റ്റ്യൻ മുതൽ 25 ക്വസ്റ്റ്യൻ വരെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പ് 100% ഉറപ്പ്. അതിലൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ എങ്ങനെയാടാ നമ്മൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്? നമ്മൾ നോട്ടിഫിക്കേഷൻ എടുക്കുക, സിലബസ് നോക്കി, അപ്പോൾ അതിലുള്ള ചാപ്റ്റേഴ്സ് കണ്ടു. ആ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയി പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു പോയി. എന്തുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസ് പോകുന്നത്? തൊട്ട് മുമ്പിലത്തെ വന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതാണടാ നമ്മളുടെ ഒരു ബേസ്. അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് നോക്കി ഈ കഴിഞ്ഞ എക്സാം ഇങ്ങനെയായിരുന്നു വന്നത്, അപ്പോൾ അടുത്ത എക്സാം ഏകദേശം ഈ പാറ്റേൺ ആയിരിക്കും. റെയിൽവേ എക്സാംസിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ എക്സാം നടത്തിയിട്ടില്ല, പക്ഷെ അതവർ ബ്രേക്ക് ചെയ്തു. കഴിഞ്ഞ വർഷം എക്സാം കണ്ടക്ട് ചെയ്തു, എല്ലാ നോട്ടിഫിക്കേഷൻസ് വന്ന എക്സാംസും കണ്ടക്ട് ചെയ്തു. അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു, ഈ വർഷവും എക്സാം ഉണ്ട് എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഡേറ്റ്സ് ഏകദേശം വന്നു തുടങ്ങി. എക്സാം സെക്ഷൻ കൺട്രോൾ ആൻഡ് എക്സാം 11-12 ഡേറ്റിൽ കഴിയുകയും ചെയ്തു. അപ്പോൾ അവരുടെ പരിപാടി തുടങ്ങി. അപ്പം നമ്മളെന്താ, നമ്മുടെ പരിപാടി തുടങ്ങണം. നോട്ടിഫിക്കേഷൻ വന്നു, ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നു എന്നൊരു അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. മാർച്ച് 2 ആകുമ്പോഴത്തേക്ക് ഡേറ്റ് തീരും. എല്ലാ വീഡിയോസിലും ഞാനത് ഓർമ്മിപ്പിക്കുക. മാർച്ച് 2 ആകുമ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തീരും. അതിനുമുമ്പേ അപ്ലൈ ചെയ്യുക, അവസാനം വരെ കാത്തിരിക്കരുത്. ചാടിക്കയറി അപ്ലൈ ചെയ്യുകയും ചെയ്യരുത്. എന്താ എവിടെയാ എങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി എന്താ ഉള്ളത്? എക്സാം ഡേറ്റൂടെ വരാനുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡ് നമുക്ക് വളരെ 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 ക്രൂഷ്യലാണ്. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു ഗവൺമെൻറ് എംപ്ലോയി ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ സെഷൻസ് ഫോളോ ചെയ്യുക, പഠിക്കുക.
ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. കൂടെ പോരുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ടോപ്പിക്കാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഏതാ? സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ. എവിടെയെങ്കിലും കേട്ടുണ്ടോ സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ? കാൽക്കുലേഷൻ കേട്ടിട്ടുണ്ട്. എന്താ? കണക്ക് കൂട്ടുക, കുറയ്ക്കുക, ഇതൊക്കെയാണ് കാൽക്കുലേഷൻ. സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ എന്താണ്? സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ എന്താണ്? ഇപ്പോൾ ഏത് മാത്സിൻ്റെ ഏത് പ്രോബ്ലം എടുത്താലും, ഏത് ടോപ്പിക് എടുത്താലും, ഏത് ചാപ്റ്റർ എടുത്താലും നമ്മൾ എന്താ അവസാനം എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു കാൽക്കുലേഷനിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതുവരെ എത്താൻ എല്ലാവർക്കും പറ്റും. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും അതിനെ ഡീകോഡ് ചെയ്യാനും കുഴപ്പമില്ല, പറ്റും. പക്ഷേ ആൻസറിലേക്ക് എത്തുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് എങ്കിൽ എന്താ? ഒന്ന് സമയം പോകും, പിന്നെന്താ? ആൻസർ തെറ്റിപ്പോകാം, ആൻസർ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് നമ്മൾ ഈസി ആക്കുക. അതാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മൾ ആദ്യം സിംപ്ലിഫിക്കേഷനിൽ അറിയേണ്ടത്? എന്തൊക്കെയാണ് ഈ ടോപ്പിക്കിൽ വരുന്ന കണ്ടൻസ് എന്തൊക്കെയായിരിക്കും? ഒന്ന് ആലോചിച്ചേ. നിങ്ങൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? യൂണിറ്റ് ഡിജിറ്റ് കേട്ടിട്ടുണ്ട്. എന്താ യൂണിറ്റ് ഡിജിറ്റ്? ആർക്കെങ്കിലും അറിയാമോ യൂണിറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു നമ്പർ, എക്സാമ്പിൾ 2347. ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? അറിയാവുന്നവർ പറയും ഇറ്റ്സ് 7. ഇറ്റ്സ് 7. 7 ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. ഈ യൂണിറ്റ് ഡിജിറ്റ്സ് വെച്ച് നമ്മൾക്ക് ഒരുപാട് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചില മൾട്ടിപ്ലിക്കേഷൻസ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചേക്കായിരിക്കും. പക്ഷേ യൂണിറ്റ് ഡിജിറ്റിൻ്റെ മെത്തേഡ് അറിയാവുന്നവർക്ക് എന്താ? സിമ്പിളാണ്. 4 to 5 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം 10 സെക്കൻഡ് കൊണ്ട് എന്താ ആൻസർ കണ്ടെത്തി അവർക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇത് അറിയാത്തവരോ അവിടെ ഇരിക്കും, ടൈം പോകും. ആൻസർ കിട്ടുമോ? കിട്ടും, പ്രശ്നമൊന്നുമില്ല, ആൻസർ കിട്ടും. പക്ഷേ ടൈം പോകും. 90 മിനിറ്റുള്ള എക്സാമിൽ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് ബോഡ്മാസ് റൂൾ പലരും കേട്ടുണ്ടാവുമല്ലോ. ബോഡ്മാസ് കാൽക്കുലേഷൻ്റെ അടിസ്ഥാനമേ ബോഡ്മാസ് ആണ്. അതിൻ്റെ റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡെസിമൽസ്, ഫ്രാക്ഷൻ സീരീസ്, ഇവ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകുന്ന ഫ്രാക്ഷണൽ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രിക്ക് കൊണ്ട് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. വാ. നോക്കിയടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനോട് കൂടി തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The value of 891 multiplied by 9, not 9. The value of 891 multiplied by 9, not 9 is എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. നോക്കിയേ ഓപ്ഷൻസ് നോക്കിയടാ. ഓപ്ഷൻസ് നോക്കി എങ്ങനെയുണ്ട്? ചെറിയ ഓപ്ഷൻസ് അല്ലേ, പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കാം. പെട്ടെന്ന് എഴുതിക്കേ. നോക്കി, 891 multiplied by 9, not 9. എന്ത് ചെയ്യും? 9 to 9 9, 1 8. ഇത്ര നേരം എടുക്കൂടാ, സമയം എടുക്കില്ലേ? സമയം എടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് ചെയ്യാം? ഈ മെത്തേഡ് ചെയ്താൽ സമയം എടുക്കില്ലേ? ഒരുപാട് സമയം എടുക്കില്ലേ എഴുതി കൂട്ടുന്നത് അല്ലേ? നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എങ്ങനെയാടാ നമ്മൾ പെട്ടെന്ന് ചെയ്യുക? അപ്പോഴാണ് ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഇതാ വരുന്നു. എന്താ പറഞ്ഞേ? യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഐഡിയ വെച്ച് ചെയ്യുക. യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാടാ യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഐഡിയ വെച്ച് ഇത്രയും വലിയ പ്രോബ്ലം ചെയ്യുക, ഇത്രയും വലിയ കാൽക്കുലേഷൻ ചെയ്യുക? നോക്കിയേ ഫോർ എക്സാമ്പിൾ 22 into 21 എന്താ 22 into 21 എന്താ? ഞാനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യും. 22 into 20 എടുക്കും. എത്രയാ? 22 into 20 440, അല്ലെങ്കിൽ 22 into 2 44, പിന്നെ ഒരു 0 440. പിന്നെ എന്താ? 22 into 1 22. അപ്പോൾ എന്താ? 440 plus 22 462 കഴിഞ്ഞു. നോക്കിയേ, അല്ലെങ്കിൽ
ഇപ്പം ഞാൻ പറഞ്ഞ മെത്തേഡ് ഒന്നും കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഞാൻ എങ്ങനെ എഴുതിയത് 22 × 20 ആദ്യം ചെയ്തു. പിന്നെ എന്ത് കൂട്ടണം? എന്ത് ബാക്കിയുണ്ട്? ഇവിടെ ഒന്ന് ബാക്കിയില്ലേ? അതിനെ ഒന്നും കൂടെ ചെയ്യുക. ഇതിനെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയേ. ഡൗട്ട്സ് ഉള്ളവർ നോക്കിയേ. ഇത് ഈ രണ്ടിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? 22 കോമൺ എടുത്തൂടെ? പിന്നെ ഇവിടെ എന്താ ബാക്കി? 20. ഇവിടെ എന്താ ബാക്കി? 1. എന്താ? 22 × 20 തന്നെയല്ലേ? ഇത് തന്നെ, സോറി, 22 × 21 തന്നെയല്ലേ? ഇത് തന്നെയല്ലേ ഇത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 22 കോമൺ എടുത്തു. 20 + 1 21. 22 × 21. ഡൗട്ട്സ് ഇല്ലല്ലോ. ഇങ്ങനെ നിങ്ങൾ ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യണം. പെൻ പേപ്പർ അവിടെ വെക്കുക, ബെഞ്ചിൽ വെക്കുക, കാണുന്നു, അടിക്കുന്നു. ഈ ഒരു ലെവലിലേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എത്തിക്കും. നോക്കിയേ, വന്നേ. 22 × 21 എന്ത് കിട്ടി? ഇത് അറിയാത്തവരാണെങ്കിൽ എങ്ങനെ ചെയ്യും? 22 × 21, 2 × 1 2 2 ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യണോ? അല്ല എങ്കിൽ ഒരു കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അധികം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി ഏതാണ് 22 × 21 എന്ന്. 22 × 21 എന്ന് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. 231, 462, 377, 295, 5. നോക്കി, ഇത്രയും ഓപ്ഷൻസ്. ഇതിന് ആൻസർ എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ. 2 3 4 ആയിക്കോ. എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 22 × 21 ഒരു ഓഡ് നമ്പറിനെ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? ഈവൻ നമ്പർ തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ നമ്മൾ ഈ രണ്ട് ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്തുകൂടെ? സിമ്പിൾ അല്ലേ? ചെയ്തുകൂടെ? ഇനിയുള്ളത് എന്താ? ഇത് രണ്ടുമാണ്. 234 ഉം 462. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ. 2 × 1 2. ഏതിനാ 2 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നേ? 462. 2 × 1 യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ എന്ത് വരും നമുക്ക് ആൻസർ? 2. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയാലും എങ്ങനെ ചെയ്യാം? യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ചെയ്യാം. നോക്കിയേ, ഇതിൻ്റെ എത്രയാ? വലിയ നമ്പർ അല്ലേ? 2 × 5 ചെയ്യുക. ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ അടുത്ത നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 20. അപ്പം നമ്മുടെ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 0. ഇതാണ് യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഐഡിയ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. 891 × 909. 891 × 909. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക? പറഞ്ഞേ, എങ്ങനെ ആൻസറിലേക്ക് എത്താം? നോക്കിയേ. 891ന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 1. 909ന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 9. മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 1 എത്ര കിട്ടും? നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 9. ഓപ്ഷനിലേക്ക് നോക്കിയേ. യൂണിറ്റ് ഡിജിറ്റ് എല്ലാം വ്യത്യാസമല്ലേ? അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് വെച്ച് നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ലേ? ഏതാണ് നമ്മുടെ ആൻസർ? 809919. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളാണ്. ഡൗട്ട് ഉള്ളവർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും നിൽക്കുന്നില്ല, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഏതാണെന്ന് നോക്കിയേ. ദ വാല്യൂ. ഓക്കെ, സെയിം മോഡലാണ്. ഹോംവർക്കായിട്ട് തരേണ്ടത്, പക്ഷെ ആദ്യമായതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കും. 596 × 604. The value of 596 multiplied by 604 is. എന്താടേ? നോക്കിയേ നമ്മുടെ പിള്ളേരെല്ലാം നോക്കിയേ. എന്ത് കിട്ടും? കിട്ടിയോടെ? കിട്ടിയോ? നോക്കിയേ. യൂണിറ്റ് ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ? 6 × 4 എന്താ? 24. എന്താടേ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4. നോക്കിയേ. വേറെ ഏതെങ്കിലും യൂണിറ്റ് ഡിജിറ്റ് ഉള്ള വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ആൻസർ? 4 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന 359984. എത്ര ടൈം എടുക്കേണ്ട കാൽക്കുലേഷനാ? ടൈം എടുത്തോ? ഇല്ല, പെട്ടെന്ന് ചെയ്തു. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് വരും. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റ് കഴിഞ്ഞു. യൂണിറ്റ് ഡിജിറ്റ് വെച്ച്
ആൻസേഴ്സിലേക്ക് എത്തുന്ന കോൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, എന്താ ഒരു ക്വസ്റ്റ്യൻ വന്നേ? ഇവാലുവേറ്റ് 16 plus 12 divided by 6 minus 2 into 4. 16 plus 12 divided by 6 minus 2 into 4. ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ? ഓപ്ഷൻസും ഉണ്ട്, 4 ഓപ്ഷൻസും ഉണ്ട്. എങ്ങനെ ചെയ്യാം? ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ടൈപ്പിലെ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് നമ്മളൊരു റൂള് പഠിക്കണം. നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു റൂളാണ് ബോഡ്മാസ്. നോക്കി എല്ലാവരും നോക്കി. ബോഡ് മാസ് കേട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ വന്നോ, ഇപ്പൊ കേൾക്കാം. ബോഡ്മാസ് റൂൾ എന്താണ്? ബോഡ്മാസ് റൂൾ ഇതിനൊരു ഫുൾ ഫോം ഉണ്ട്. നോക്കി ബിയുടെ ഫുൾ ഫോം ബ്രാക്കറ്റ് എന്താണെന്ന് അറിയാലോ, നമ്മുടെ ബ്രാക്കറ്റ്. ഓക്കെ, അടുത്ത് നോക്കി ഓഫ് അല്ലെങ്കിൽ ചിലയെടുത്ത് ഓർഡർ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനിയുള്ളത് നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന 4 സാധനങ്ങളാണ്. ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ, എസ് സബ്സ്ട്രാക്ഷൻ. ഇപ്പം ബി എന്താ? ബ്രാക്കറ്റ്. ഓഫ് അല്ലെങ്കിൽ ഓർഡർ. ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ, എസ് സബ്സ്ട്രാക്ഷൻ. കൂട്ടുകയും കുറയ്ക്കുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാത്ത എന്തെങ്കിലും കണക്കുകളുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എല്ലാം യൂസ് ചെയ്യേണ്ട റൂളാണെന്ത്? ബോഡ്മാസ് റൂൾ. ഒന്ന് നോക്കിയടേ, ഇതിൽ എന്തെങ്കിലും ബാക്കി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ ബ്രാക്കറ്റ് നമ്മളൊരു ക്വസ്റ്റ്യനോട് കൂടി അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് പറയും. ഇത് നോക്കിയേ, ഓഫ് നോക്കിയേ. ബ്രാക്കറ്റ് എന്നൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ? ഓഫ് അല്ലെങ്കിൽ ഓർഡറാണ് വരുന്നത്. ഓഫ് എന്ന് വെച്ചാൽ എന്താ? ഓഫ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, മൾട്ടിപ്ലിക്കേഷൻ. ഇൻറ്റു ചെയ്യുക. ഓഫ് വന്നാൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഓഫും മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? ഓഫ് ചെയ്തിട്ട് മാത്രമേ ഓഫിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നോക്കിയേ 3 into 5 ഓഫ് 6 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരിക. എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്താ ആദ്യം ചെയ്യുന്നത്? നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണോ ചെയ്യുന്നത്? അല്ല. എന്താ ചെയ്യേണ്ടേ? 5 ഓഫ് 6, അതായത് 5 മൾട്ടിപ്ലൈഡ് ബൈ 6. ഓഫിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. എത്രയാ? 30. പിന്നെ എന്താ ഉള്ള? 3 into 30 എത്ര പരിപാടി? 90. ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ. അതാണ് ഓഫ്. അല്ലെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലെങ്കിൽ റൂട്ട്. ഇത് കോമൺ ആയിട്ട് വരാറില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചോ. അടുത്ത ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഇതെന്താണ് ഇത്? ഇതൊരു ഓർഡറാണ്. ഈ ഓർഡർ അനുസരിച്ച് മാത്രമേ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാവൂ. മുൻഗണന. അപ്പോൾ ഏറ്റവും മുൻഗണനയുള്ളത് ആർക്കാ? ഡി ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഈ ഒരു രീതിയിൽ മാത്രമേ, ഈ ഒരു പ്രോസസ്സിൽ കൂടെ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാവൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നോക്കിയേ, ബോഡ്മാസിന്റെ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കിയേ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. 16 plus 12 divided by 6 minus 2 into 4 എന്ത് കിട്ടും? ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റൂൾ എടുക്ക്. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. നോക്കിയേ, എന്താ ഡിവിഷൻ? 12 divided by 6. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. 2. ഒന്ന് എടുത്ത് എഴുതിക്കേ. ഇത്രയും ടൈം ഒന്നും എടുക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്യണം. 6-7 സെക്കൻഡിലൊക്കെ ചെയ്ത് തീരണം. ആദ്യമായതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കി, ഇനി 16 plus 2 minus 2 into 4. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഡിവിഷൻ കഴിഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ. 2 into 4 8. ഒന്നുകൂടെ എടുത്ത് എഴുതിക്കേ. 16 plus 2 minus 8. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഡിവിഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി എന്താ? അഡിഷൻ അല്ലേ? അതെ, അഡിഷൻ ദാ കിടക്കുന്നു. 16 plus 2 18. എന്താ? -8. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. 18 - 8 എന്താ നമ്മുടെ ആൻസർ? 10. ഓപ്ഷനിലുണ്ടോ? ദാ കിടക്കുന്നു 10. ആൻസർ കിട്ടിയില്ലേ? ക്ലിയർ ആണോ? ബോഡ്മാസ് റൂൾ. ബ്രാക്കറ്റ്, ഓഫ് അല്ലെങ്കിൽ ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. മറന്നു പോകരുത്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം, മറന്നു പോകരുത്. അടുത്തൊരു സെഷൻ നമ്മൾ നോക്കിയേ. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. നോക്കിയേ, എന്താ ബോർഡിൽ കാണുന്നേ? അസ്ത്ര ബാച്ച്
അസ്ത്ര ബാച്ച്. നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ അവരുടെ ലക്ഷ്യത്തിലേക്ക്, ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ബാച്ചാണ് അസ്ത്ര ബാച്ച്. ഗ്രൂപ്പ് ഡി സ്റ്റുഡൻസിന് വേണ്ടി മാത്രം. നമ്മുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ക്ലാസ്സസ് ഇടുകയാണ്. ഓൾറെഡി യൂട്യൂബിൽ ഇതിൻ്റെ കുറച്ച് സീരീസ് പോയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ഒരു ഓഫർ കിടക്കുന്നുണ്ട്. നോക്കിയേ, എന്താ ഓഫർ നോക്കിയേ. ആദ്യത്തെ 50 പേർക്ക്, 50 സ്റ്റുഡൻസിന്, നോക്കിയേ, ആദ്യത്തെ നമ്മുടെ 50 സ്റ്റുഡൻസിന് ഏർലി ബേർഡ് ഓഫർ എന്ന് വെച്ചാൽ ആദ്യം എത്തുന്ന 50 സ്റ്റുഡൻസിന് എന്താണ് ഓഫ്? 3999, അതായത് 4000 രൂപ ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് എത്ര രൂപയ്ക്ക് കിട്ടും? 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇതിന് കയറിയിട്ടുണ്ട്, അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം കളയരുത്. ഒരു ജോലി എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം റിയാലിറ്റി ആക്കാൻ വേണ്ടി ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോവില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോടാ, ഒരുപാട് അഡ്മിഷൻസ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ, ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. മറക്കരുത്, നമ്പേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ആദ്യവും നമ്മൾ നമ്പർ കൊടുക്കും. നമ്മുടെ ആഡ്സിലൊക്കെ നമ്പർ വരും. അപ്പോൾ ഓക്കെ, ക്ലിയർ ആണല്ലോ? അവസരം ഒന്നും കളയല്ലേ പിള്ളേരെ, നല്ല ബാച്ചാണ് കേട്ടോ. പെട്ടെന്ന് ജോയിൻ ചെയ്തോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മുടെ കാര്യത്തിലേക്ക് എത്തി. 3 മിനിറ്റേ പോയിട്ടുള്ളേ, 3 അല്ലെങ്കിൽ 3.5 മിനിറ്റ്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചെത്തി. നോക്കിയേ എന്താ ഇവിടെ പറയുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ്. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരാളെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ബ്രാക്കറ്റ്സ് നോക്കിയേ, ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് പല ഷേപ്പിലും പല സൈസിലുമുള്ള ബ്രാക്കറ്റ്സ്. നോക്കിയേ, എന്ത് രസമല്ലേ? ആടെ ഒരു ഷേപ്പ്, 2 ഷേപ്പ്, 3 ഷേപ്പ്, 3 ഷേപ്പിലുള്ള ബ്രാക്കറ്റ്സ് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. ബ്രാക്കറ്റ്സ് ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ ബോർഡ് മാസിൽ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യേണ്ട ബ്രാക്കറ്റുകളെ ആണ്. അതിൽ തന്നെ ഒരു പ്രയോറിറ്റി ഉണ്ട്. ബ്രാക്കറ്റ് ഇപ്പം നോക്കിയേ, ഒരേ ഷേപ്പിലുള്ള ബ്രാക്കറ്റ് ആണോ? അല്ല. ഒരേ ഷേപ്പിലാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അങ്ങ് ചെയ്ത് പോയാൽ ബോർഡ് മാസ് ബാക്കിയുള്ള റൂൾ വെച്ച് അങ്ങ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഇത് അങ്ങനെയാണോ? അല്ല, പല ഷേപ്പിലുള്ള ബ്രാക്കറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രയോറിറ്റി, അതിൻ്റെ മുൻഗണനാക്രമം, ഏതാദ്യം ഏത് അവസാനം, ഏതാദ്യം ഏത് രണ്ടാമത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് 1 ഇതാണ് ബാർ ബ്രാക്കറ്റ്. മറ്റു പേരും ഉണ്ട്, പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് ബാർ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ബാർ മുകളിൽ കാണും. നോക്കിയേ, ഫോർ എക്സാമ്പിൾ 2 + 3 multiplied by 7 - 3. നോക്കി, ഈ ഒരു സ്റ്റെപ്പ് ഒരു ബാർ ബ്രാക്കറ്റ് കൂടെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മുടെ ബോർഡ് മാസ് റൂൾ വെച്ച് എന്തായിരുന്നു നമ്മൾ നോക്കുന്നത്? താഴോട്ട് ബ്രാക്കറ്റ് നോക്കാതെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ ആണല്ലോ. പക്ഷേ ഈ ബാർ ബ്രാക്കറ്റിന് ഉണ്ട് എങ്കിൽ അതിൻ്റെ താഴെയുള്ള ആദ്യം ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? അടുത്ത നോക്കി ബാർ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി നോക്കി റൗണ്ട് ബ്രാക്കറ്റ്. ഇനി നോക്കിയേ, ഈ ബാർ ബ്രാക്കറ്റ് അങ്ങനെ കോമൺ അല്ല കേട്ടോ പിള്ളേരെ, ഇങ്ങനെ കോമൺ അല്ല, ഒരുപാട് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എക്സാമിനറിന്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ട്രിക്കി ആകണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ പഠിച്ചോ, ബാർ ബ്രാക്കറ്റ് ആദ്യം, പിന്നെ എന്താ നമ്മുടെ റൗണ്ട് ബ്രാക്കറ്റ്. അടുത്ത നോക്കി, ഇതെന്താ? കേളി ബ്രാക്കറ്റ്. ഇനി അടുത്തത് നോക്കി,
ബോക്സ് ബ്രാക്കറ്റ്. ബോക്സ് ബ്രാക്കറ്റ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. എന്താ? ബാർ ബ്രാക്കറ്റ്, റൗണ്ട് ബ്രാക്കറ്റ്, കേർലി ബ്രാക്കറ്റ്, ബോക്സ് ബ്രാക്കറ്റ്. ബോക്സ് ആണ് ബോക്സ് ബ്രാക്കറ്റ്. ഈ ഒരു 4 കാര്യങ്ങൾ പഠിച്ചു. ഇനിയുണ്ട് ഇങ്ങനെയുള്ള ബ്രാക്കറ്റ്സ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇതാണ് 1, 2, 3, 4 ഈ ഒരു ക്രമത്തിൽ വരുന്നത്. ഇപ്പൊ നോക്കിയേ, നമുക്കിവിടെ ഉള്ള ഏതൊക്കെയാ? റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ടോടാ? ഇതാ കിടക്കുന്നു റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. ഇനി അടുത്ത കേർലി ബ്രാക്കറ്റ് ഉണ്ടോ? അതാണ് കേർലി ബ്രാക്കറ്റ് ഉണ്ട്. കേർലി ബ്രാക്കറ്റ് ഉണ്ട്. ഇനി ബോക്സ് ഉണ്ടോ? ബോക്സ് ഉണ്ട്. ബോക്സ് ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യും? നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാനുള്ള? റൗണ്ട് ബ്രാക്കറ്റ് അല്ലേ? റൗണ്ട് ബ്രാക്കറ്റ് അല്ലേ ചെയ്യുക? 7 - 3. ഇപ്പോൾ ഞാനായിരുന്നുവെങ്കിൽ, ഇപ്പോൾ അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ക്ലാസ്സിൻ്റെ സീരീസ് കണ്ടു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യുക? 7 - 3 4 പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 4 × 5 അല്ലെങ്കിൽ 5 × 4 20. പിന്നെ അഡീഷൻ ആണ് എന്താ? 25 + 20 45. അപ്പോൾ ഇത്രയും ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് ആദ്യമേ ഓപ്പൺ ചെയ്തു, പിന്നെ ഈ ബ്രാക്കറ്റിലുള്ളത് ചെയ്തു. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? 135 / 45 എന്താ കിട്ടും? 3. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ സിമ്പിൾ ആക്കാം? വാടാ 7 - 3 4. ഇപ്പോൾ ഒന്ന് എടുത്ത് എഴുതിക്കുക. ഇനി എന്തൊക്കെയാണ് നമുക്കുള്ളത്? 135 / 25 + 5 × 7 - 3. 7 - 3. ഓ സോറി 7 - 3 കഴിഞ്ഞു. 7 - 3 കഴിഞ്ഞു. നമ്മളവിടെ ചെയ്തു 4. ഇനി നോക്കിയേ, ഈ ബ്രാക്കറ്റ് അപ്പോൾ ഓപ്പൺ ആക്കണമെങ്കിൽ ഇനി എന്ത് വേണം? അകത്തുള്ളത് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 5 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്തേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇത്രയും പോർഷനിൽ നിന്ന് എന്ത് കിട്ടും? 5 × 4 20. എടുത്ത് എഴുതിക്കേ. 135 / 25 പ്ലസ് എന്താടേ? 5 × 4 ചെയ്തു 20. ക്ലിയർ ആണോ? ഇനി നമുക്ക് 2 ബ്രാക്കറ്റ് കൂടെ ഉള്ളൂ. ഒരെണ്ണം നമ്മൾ കളഞ്ഞു. അകത്തുള്ള ചെയ്തേ. 25 + 20 45. ഇനി ഒന്നുകൂടെ എഴുതിക്കേ. ഇങ്ങനെ എഴുതല്ലേ, സമയം പോവേ, ഒരുപാട് ടൈം പോവേ. ആദ്യമായത് കൊണ്ടാണ്. നോക്കേ, 135 / 45 എന്ത് കിട്ടുമോടേ? 135 / 45 3. 45 × 3 അല്ലേ 135? × 3 അല്ലേ 135? ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റിന്റെ പ്രോബ്ലവും ചെയ്തു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ബ്രാക്കറ്റ്സ്, ബാർ, റൗണ്ട്, കേർലി, ബോക്സ്. അപ്പോൾ ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രയോറിറ്റി. ആദ്യം ഏത്? ബാർ ഉണ്ടെങ്കിൽ ബാർ, പിന്നെ റൗണ്ട്. ഈ ഒരു രീതിയിൽ മാത്രമേ ചെയ്യാവൂ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാലോ. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ബോക്സ് ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കി. 640 / 22 + 6 × 4 - 5. ബ്രാക്കറ്റിന്റെ ഓർഡർ ഇനിയും പറയില്ല, അറിയാലോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, 35 70 60 and 40 എങ്ങനെ ചെയ്യാം? നിങ്ങൾ പറഞ്ഞേ. ആദ്യം ഏത് ബോക്സാണ്? കേളി ആണോ, ബോക്സ് ആണോ, അതോ റൗണ്ട് ആണോ? ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? റൗണ്ട് ബോക്സ് അല്ലേ? ഓർഡർ എപ്പോഴും മൈൻഡ് വേണം. പ്രയോറിറ്റി, മുൻഗണന എപ്പോഴും ഏതാണ് ആദ്യം ചെയ്യണം? എപ്പോഴും മൈൻഡ് വേണം. 4 - 5 -1 ആണ്. എന്ത്? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചു, അപ്പോൾ -1. ഇനി എന്താ? 6 × ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പോൾ 6നെ എന്ത് ചെയ്യണം? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിയടേ, ബോക്സ് അകത്ത് ചെയ്തു. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? 6 × -1 ചെയ്യണം. അപ്പോൾ എന്താ? -6. 6 × -1 -6. ഇനി എന്താണ്? അഡിഷൻ ഉണ്ട്. എന്താ? 22 + -6. 22 + -6 എന്താ അപ്പോഴും വരുന്നത്? 22 - 6 അല്ലേ? 22 + -6 എന്താ? 22 - 6. അപ്പം കൂടെ എഴുതിക്കേ. 22 - 6 എന്ത് വരും? 16. മൈനസ് വരില്ല. വലിയ നമ്പറിനെയാണ് ചെറിയ നമ്പർ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ +16.
ഇപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് ഓക്കെ ആയി. ഇനി ഈ ബ്രാക്കറ്റ് നമുക്ക് തുറക്കണം. എങ്ങനെ തുറക്കും? എങ്ങനെ തുറക്കണ്ടേ? 640 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 640 ഡിവൈഡഡ് ബൈ 16, 640/16. പെട്ടെന്ന് പറയാം, എന്താ ആൻസർ? എന്താടേ? 4. 16 ടേബിൾ പഠിച്ചില്ലേ? ഓൾറെഡി ഞാൻ പറഞ്ഞു 30 വരെയുള്ള ടേബിൾസ് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടാ? ഇത്രയും ഒരു കാര്യങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ്റെയും കാൽക്കുലേഷൻ്റെയും ആ പറഞ്ഞ കാര്യങ്ങൾ, സ്ക്വയർ, ക്യൂബ്, ഇതെല്ലാം പഠിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ ഇത് ഫുള്ള് ഡിസ്കസ് ചെയ്ത. ഇനിയും നമ്മൾ ഓരോ ട്രിക്കുകളായിട്ട് നമ്മൾ ഷോർട്സ് വരികയും ചെയ്യും. ചെറിയ ചെറിയ വീഡിയോകളായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടി ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം കാണണം. ഓക്കെ, നോക്കി 16 × 4 64. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഞാൻ കട്ട് ചെയ്തു. 4 ഇവിടെ എന്ത് വരും? 64-നെ 4 കൊണ്ട് കട്ട് ചെയ്താൽ എന്താടേ വരുന്നേ? 16. പിന്നെ 4 4 കട്ട് പോയി. അപ്പോൾ എന്താ നമുക്ക് ആൻസർ വരുന്നേ? 40. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയ ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷനിലുണ്ട്. 40 നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? എന്തെങ്കിലും പാടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. എന്ത് ചെയ്തു? ആദ്യം ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് അതിനെ ഓപ്പൺ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെന്താ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. 22 ഉള്ളൂ. 22 - 6 16. പിന്നെ ബാക്കി എന്താ? ഫൈനൽ പാർട്ട് 640-നെ കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഡിവൈഡ് ചെയ്യുക. 640 ഡിവൈഡ് ബൈ 16 40. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ മോഡൽ ഒരെണ്ണോടുണ്ട്. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഹോംവർക്ക് കിട്ടിയില്ല എങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അടുത്ത ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞിട്ടേ പോകും. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നോക്കി. -9 - -60 ഡിവൈഡ് ബൈ -6 + -3 × 6. കണ്ടാ ഭീകരനാന്ന് ആലോചിക്കണ്ട. പറഞ്ഞ റൂൾസ് വെച്ച് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാണ് കുറച്ച് ചെയ്യാനുള്ളത് തന്നെ ഇട്ടിരിക്കുന്നത്. കിട്ടിയില്ല എങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല. നാളെ വന്നാൽ മതി. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പോകും. ഓക്കെ, അടുത്ത് നോക്കി. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഈ മോഡൽ ഏകദേശം കഴിഞ്ഞു. ഇനി നോക്കി. ഡെസിമൽ. അയ്യോ, എന്തൊരു ഇത്രയുണ്ട് ക്വസ്റ്റ്യൻ. വലിയ ക്വസ്റ്റ്യൻ അല്ലേ? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ ചെയ്യും. 5 സെക്കൻഡ് കൊണ്ട് ചെയ്യും. 5 സെക്കൻഡ് കൊണ്ട്. 1 2 3 അല്ല, 2 അല്ല, 1 2. യെസ്, ആൻസർ കിട്ടി. എനിക്ക് ആൻസർ കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് ആൻസർ കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയ പിള്ളേരെ? എനിക്ക് ആൻസർ കിട്ടും. 1 അല്ലെങ്കിൽ 2 മാർക്ക്. റെയിൽവേക്കാണെങ്കിൽ 1 മാർക്ക്, SSC ആണെങ്കിൽ 2 മാർക്ക്. നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാം ആയിട്ട് എനിക്ക് എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് ചിലപ്പോൾ അത് തെറ്റായി കാണും. നോക്കി, നമ്മൾ ഈ ഒരു ഭാഗം എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണ്ടേ? എങ്ങനെയാണ് ഡെസിമൽസിൻ്റെ കാര്യം നമ്മൾ അപ്രോച്ച് ചെയ്യണ്ടേ? ഒന്ന് നോക്കി. ഫോർ എക്സാമ്പിൾ ആണ്, ഉദാഹരണമാണ്. 16 ഇൻറ്റു അല്ലെങ്കിൽ 1.6 ഇൻറ്റു 2. 1.6 ഇൻറ്റു 2 എന്ത് കിട്ടും? ഞാൻ എങ്ങനെ ചെയ്യും? നമുക്ക് എങ്ങനെ ചെയ്യാം? കാണാലോ എങ്ങനെ ചെയ്യാം? 16 × 2 ചെയ്യുക. 16 × 2 എത്രയാ? 32 ആണല്ലോ. ആദ്യ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നമുക്ക് ഡെസിമൽ കൊടുക്കാം? ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട് എന്ന് എണ്ണുക. 1. ഒറ്റ ഡെസിമൽ മാത്രമല്ലേ ഉള്ളൂ? ഒറ്റ ഡെസിമൽ പ്ലേസ് മാത്രമല്ലേ ഉള്ളൂ? ഒരെണ്ണം റൈറ്റിൽ നിന്ന് എണ്ണി ഒരെണ്ണം കൊടുക്കുക. കഴിഞ്ഞു. ഇനി നോക്കിയേ. 1.2 ഇൻറ്റു 1.2. എന്താണ് 1.2 ഇൻറ്റു 1.2? നമുക്ക് എങ്ങനെ ചെയ്യാം? 12 ഇൻറ്റു 12 അതിന് ചെയ്യാം. സ്ക്വയർ പഠിച്ചോ? പറഞ്ഞേ. സ്ക്വയേഴ്സ്. 12ന്റെ സ്ക്വയർ എന്താ? 144. പഠിക്കണേ. 144 സ്ക്വയേഴ്സ്. 30 വരെയുള്ള സ്ക്വയേഴ്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. 1.2 ഇൻറ്റു 1.2 ഡെസിമൽ ഞാനങ്ങ് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചു. കുറച്ച് നേരത്തേക്കാണ്.
12 ഇൻറ്റു 12 ചെയ്തു എത്രയാ 144 കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യും? എത്ര ഡെസിമൽ ഉണ്ട് എന്ന് എണ്ണും. 1 2 2 ഡെസിമൽ അല്ലേ ഉള്ളത്. അപ്പോൾ രണ്ടെണ്ണം റൈറ്റിൽ നിന്ന് മാറ്റി കൊടുക്കുക. 1 2. അപ്പോൾ എവിടെയാ ഡെസിമൽ വരുന്നത്? അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? 1.44. 1.44. ഇനി 3634 3634 into 3.634 into 100. 3.634 into 100 എന്ത് വരുവിടെ? എന്ത് വരുവിടെ? നോക്കിയേ. ഇപ്പോൾ 3634 into 100 ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? 3 6 3 4 0 0 അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പക്ഷേ നമുക്കിവിടെ എന്താ ഡെസിമൽ പ്ലേസ് ഉണ്ട്. 1 2 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 1 1 2 3 എവിടെ കൊടുക്കുക? ഇവിടെ കൊടുക്കുക. ഡെസിമൽ കഴിഞ്ഞാൽ പിന്നെ 0ന് വാല്യൂ ഉണ്ടോ? ഇല്ല, പോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്ലേസ് എണ്ണി ഡെസിമൽ കൊടുക്കേണ്ടതെന്ന് പഠിച്ചല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാ. എനിക്ക് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 2 3 4 4 കിട്ടി. 5 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ടോന്ന് 6. 6 ഡെസിമൽ പ്ലേസ് ഉള്ള ഓപ്ഷൻസ് നോക്കി. ഈ സെയിം നമ്പർ തന്നെയാണ് ഇങ്ങോട്ട് ഇട്ടേക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല, മൾട്ടിപ്ലൈയും ചെയ്തിട്ടില്ല. ഡെസിമൽ പ്ലേസിന്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നോക്കി. അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് നമുക്കുണ്ട്? 6 ഡെസിമൽ പ്ലേസ്. നോക്കിയേ, 1 2 3 4 5 and 6. 6 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഓപ്ഷനിലേക്ക് നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ 1 2 3 4 5 6. 6 കൂടുതലുണ്ട്, പോയി. എത്ര ഉണ്ട്? 8 ഉണ്ട്. ഇവിടെ നോക്കിയേ. 1 2 3 4 5 6 1 2 3 4 5 6 7 8. ഇവിടെയും 8 ഉണ്ട്. ഇവിടെ നോക്കിയേ. 1 2 3 4. ഇവിടെ എത്രയുള്ള? 4. ഇവിടെ നോക്കിയേ. 1 2 3 ഇവിടെ ഇല്ല. 4 5 6. ആൻസർ കിട്ടി. 6 ഡെസിമൽ പ്ലേസ്. 6 ഡെസിമൽ പ്ലേസുള്ള ഓപ്ഷൻ അല്ലേ നമ്മൾ തിരക്കി പോയേ? കിട്ടിയില്ലേ? അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് ആൻസർ ചെയ്യാതെ പോവോ? ഇനി പോവരുത്. പ്ലേസ് എണ്ണുക, കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ലാഡർ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? ഏണി. അപ്പോൾ ഏണി വെച്ചുള്ള എന്തൊക്കെയോ കണക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആണല്ലോ. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു സെഷനായിട്ട് ചെയ്യാം. നമുക്ക് പോവാം. ലാഡർ മെത്തേഡ്, ഏണി വെച്ചുള്ള കണക്കുകൾ. കാര്യം എന്ന് വെച്ചാൽ പുതിയൊരു മെത്തേഡാണ്, പുതിയൊരു ഐഡിയ, അടിപൊളി ഐഡിയ. നിങ്ങൾക്കൊരു ഗ്ലിംസ് പറഞ്ഞുതരാം. ഒന്ന് നോക്കിയേ, ഒരു ഗ്ലിംസ് പറഞ്ഞുതരാം. ഏത് മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ആവും. 1 + 1/2/3. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര? x = 1 + 1/1/1/1/2/3. അങ്ങനെയാണെങ്കിൽ x എന്താ? ഫൈൻഡ് x. എൻ്റെ ക്വസ്റ്റ്യൻ ഫൈൻഡ് x. ഞെട്ടിയോ? ഇത് കാണാത്തവർ എന്തായാലും ഞെട്ടും. കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട്. എന്തുകൊണ്ടാണ് ലാഡർ മെത്തേഡ് നോക്കി? നിങ്ങൾ ലാഡർ പോലെ ഒരു ഏണി പോലെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലാഡർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ അത് ഡിസ്കസ് ചെയ്യണം. ഇതൊന്നും ചെയ്യേണ്ട, ഇത്രയും കണ്ട് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. മാക്സിമം എത്ര സെക്കൻഡ്? 6 മുതൽ 8 സെക്കൻഡ് പോട്ടെ, നിങ്ങളായതുകൊണ്ട് 10 സെക്കൻഡ് എടുത്തു. 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യും. അപ്പോൾ അടുത്ത സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. പോയി പ്രാക്ടീസ് ചെയ്യുക. ബുക്ക് മടക്കി വെച്ച് പോകരുത്. പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത സെഷനിൽ കാണാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ, മറക്കല്ലേ. ബൈ.